വിസ്മയമായി ദ്യുതി. വലിയൊരു ചിത്രകാര സംഗമത്തിന് കോട്ടയ്ക്കൽ വേദിയായി. ദ്യുതി എന്ന പേരിൽ കേരള ചിത്രകലാ പരിഷത്ത് മലപ്പുറം ജില്ലാ ഘടകമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തുടങ്ങിയ ചിത്രകലാ ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് സിറിൽ പി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മുഖ്യ അതിഥിയായി ആർട്ടിസ്റ്റ് മദനൻ സംബന്ധിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 450-ൽ പരം ചിത്രകാരന്മാർ പങ്കെടുത്തു. ചടങ്ങിൽ ശശി താനൂർ, ഡോക്ടർ സിജിൻ, പ്രഭാസ് പറപ്പൂർ, അടൈക്കളം ആന്റണി എന്നിവരെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ജസീല മാമ്പുഴ, ജനറൽ സെക്രട്ടറി രാജീവ് കോട്ടയ്ക്കൽ, ജില്ലാ പ്രസിഡന്റ് ബാബുരാജ് പുൽപ്പറ്റ, ഉണ്ണി ഗ്ലോറി, CP ജയദേവൻ, രാജാസ് സ്കൂൾ പ്രിൻസിപ്പാൾ, സംസ്ഥാന ട്രഷറർ ഷാജി പാമ്പള തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടിനപ്പുറത്തും ഒരു വെളിച്ചമുണ്ടെന്ന് വിശ്വസിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ഒരു വെളിച്ചം പരത്താൻ കേരള ചിത്രകലാ പരിഷത്തിന് ദ്യുതി ചിത്രകലാ ക്യാമ്പ് പരത്താൻ കഴിയട്ടെ എന്ന പ്രത്യാശയോടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. കേരള ചിത്രകലാ പരിഷത്തിന്റെ മലപ്പുറം ജില്ല ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു ക്യാമ്പാണ്. അങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറഞ്ഞു. അപ്പൊ നടത്താൻ പറ്റും, കട്ടയ്ക്ക് നിൽക്കുക വെച്ചപ്പോ കട്ടയ്ക്ക് നിന്ന ഞങ്ങളെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും പിന്നെ നമ്മളെ കൂടെയുള്ള മലപ്പുറം ജില്ലയിലെ ഒരുപാട് മെമ്പർമാരും അവർക്കൊരു നന്ദി ഇതിന്റെ ഇടയിൽ കൂടി പറയുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും വിളിച്ചു വരുത്തണം. ഒരു ഗെറ്റ് ടുഗദർ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്ന് കാണാനും സന്തോഷിക്കാനും വരും. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മളെ ഈ ദൂരത്തു നിന്നൊക്കെ വന്ന എല്ലാവർക്കും നന്ദി, സന്തോഷമുണ്ട്. ഇനി നമ്മളെ ഉദ്ഘാടകൻ സിറിൽ സാറ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇതൊരു സംസാരിക്കേണ്ട ഒരു സദസ്സല്ല. നമ്മളെല്ലാവരും ഇവിടെ ക്യാമ്പിലാണ് മുഖ്യമായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ എല്ലാവരും പരിചയപ്പെടുക. ചിത്രകലാ പരിഷത്തിൻ്റെ മെമ്പേഴ്സ് അല്ലാത്തവരുമായിട്ടുള്ള കുറേ അധികം ചിത്രകാരന്മാർ ഇന്നിവിടെ ചിത്രകാരികളും ഇവിടെ വന്നിട്ടുണ്ട്. ചിത്രകലാ പരിഷത്തിൻ്റെ ഹിസ്റ്ററി അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഇപ്പോൾ അതിനുള്ള സമയമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഇവിടെ ഷാജിയൊക്കെ ആയിട്ട് പറഞ്ഞോളൂ. ആദ്യമേ എനിക്ക് ഇതിനെ ഒരു ക്യാമ്പും ഒത്തുകൂടലും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റിയോടും സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കോട്ടയ്ക്കലിൻ്റെ നേതൃത്വത്തിലാണ് ഇതിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ജില്ലാ നേതൃത്വത്തോടും കൂടാതെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഇന്നലെ തന്നെ കമ്മിറ്റി മെമ്പേഴ്സും അല്ലാത്തവരും വന്ന് ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരോടും പിന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ചിത്രകാരന്മാർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘടനയുടെ കാര്യങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മളെ സഹായിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിത്രകാരന്മാർക്ക് സഹായം നൽകേണ്ട ഗവൺമെൻറ് ഏജൻസിയായ ലളിതകലാ അക്കാദമി എന്നൊക്കെയാണ് നമ്മൾ കൂടുതലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുന്ന് നമുക്ക് സഹായമല്ല, പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും സംഘടിതമായിട്ട് ചിത്രകാരന്മാരുടെ മാത്രം സംഘടന, ഇതിലാരെയും നോമിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിൽ നിന്ന് തന്നെ എലക്ട് ചെയ്ത് വരുന്നവരാണ് ഇതിൻ്റെ ഓഫീസ് ബെയറേഴ്സ്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഏത് ജില്ല നോക്കിയാലും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏത് ജില്ല നോക്കിയാലും എല്ലാ മാസവും ഇങ്ങനെ പ്രോഗ്രാംസ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നടക്കുന്നു. അത് 6-7 കോടി രൂപ ഇയർലി ബഡ്ജറ്റുള്ള സംഘടനകൾക്ക് പോലും, അതായത് നമ്മുടെ ലളിതകലാ അക്കാദമിയെ പോലെയുള്ള സംഘടനകൾക്കും പോലും ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള മാത്രം പണം ഉപയോഗിച്ചാണ് ഇതെല്ലാം നടത്തുന്നത്. ഇതുവരെ ഇന്നേ വരെ നമുക്ക് ഒരു ഏജൻസിയിൽ നിന്നും ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ ഒരു നയാ പൈസ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ ഇതുപോലെ സന്തോഷമായിട്ട് ഇതുപോലെ ഓരോ ക്യാമ്പ് വെക്കുമ്പോഴും എല്ലായിടത്തുനിന്നും ഓടിയെത്തുന്നതൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിയാം, നമുക്കിപ്പോൾ അക്കാഡമിയുടെ ഗ്യാലറി, എറണാകുളം ദർബാർ ഹാൾ ഗ്യാലറി ഞങ്ങൾ വിവരാവകാശം വെച്ചെടുത്തു. അതിൻ്റെ അലോട്ട്മെൻറ്റ് നോക്കി കഴിയുമ്പോൾ കാരണം ഓൺലൈൻ ആയതുകൊണ്ട്
നമ്മൾ ആരും അറിയുന്നില്ല എന്താ നടക്കുന്നത്. ഞാനപ്പോൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പലതും ഇവരുടെ താല്പര്യമുള്ളവർ, ബാക്കിയുള്ള എല്ലാം റിജക്റ്റ് ചെയ്തിരിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബിനുക്കുട്ടൻ കീഴിലും ട്രിവാൻഡ്രം മ്യൂസിയത്തിലെ എക്സിബിഷൻ ഓഫീസർ ഏതാണ്ട് അങ്ങേര് ഫസ്റ്റ് റാങ്കിലാണ് അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങേര് 2 പ്രാവശ്യം കേരള ലളിതകല അക്കാദമി ദർബാർ ഹോളിന് അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ചെയ്തിരിക്കാം. അതേസമയം ഇവരുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കുറച്ച് പേരെ അടർത്തിയെടുത്ത് അതാണിപ്പം നടക്കുന്നത്. അവർക്ക് ക്യാമ്പും അല്ലെങ്കിൽ ഗാലറി അലോട്ട്മെൻ്റൊക്കെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ആ ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ നമ്മൾ സ്റ്റഡി ചെയ്തപ്പം തന്നെ മനസ്സിലായി അവർക്ക് മാത്രമുള്ളൂ. ബാക്കി നമ്മൾ ബുക്ക് ചെയ്യാൻ കയറുമ്പോൾ ഓൾറെഡി ബുക്ക് എന്നുള്ള ഇതിൽ വരും. പക്ഷേ നമ്മൾ ആ അക്കാഡമി തന്നെ വിവരാവകാശം വെച്ച് നമ്മൾ അപേക്ഷിച്ചപ്പം അതൊക്കെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക, ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് അവരുടെ സമ്മതം. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഞങ്ങളിപ്പം വിവരാവകാശം എടുത്തെത്തപ്പം ഈ തുകയെല്ലാം എവിടെ പോകുന്നു എന്നുള്ളത് നമ്മൾ തന്നെ അതിശയിച്ചു. കാരണം കഴിഞ്ഞ കൊല്ലം 6 കോടി രൂപയാണ് ഗവൺമെൻറ് കൊടുത്തത്. നമ്മൾ നമ്മുടെ PG ക്യാമ്പിന് 350 പേർക്ക് ഒരു 2000 രൂപ ഹോണററി ഉൾപ്പെടെ എല്ലാ എക്സ്പെൻസുകളും കൂടി ചെയർമാൻ പറഞ്ഞിട്ട് കൊടുത്തതാണ്. അതുപോലും അവർ സെക്രട്ടറിയുടെ സ്ഥലത്തുനിന്ന് മുട്ടൻ ഒബ്ജക്റ്റ് ചെയ്ത് അവർ റിജക്റ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ തന്നെ നമ്മൾ നമ്മുടെ ക്യാമ്പൊക്കെ ഭംഗിയായിട്ട് നടത്തി ഇനിയും നടത്തും. നമ്മളെല്ലാ ക്യാമ്പും ഇപ്പം ഇവിടെ ഇതിനുള്ള ഒരു തെളിവാണ്. നമ്മളുടെ ആർട്ടിസ്റ്റ്മാർ എവിടെ വിളിച്ചാലും ഓടിയെത്തും. അതാണ് നമ്മുടെ സംഘടനയുടെ ബലം. ആ ബലം നമ്മൾ ഇനിയും കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞാൻ ഒന്ന് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ ക്യാമ്പ് ഇവിടെ എല്ലാവരും ഇപ്പം ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ തയ്യാറായിരിക്കുകയാണ്. ഔദ്യോഗികമായി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് സ്നേഹം നിറഞ്ഞ കലാ സ്നേഹികളെ, വേദിയുള്ള നമ്മുടെ ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളും ഈ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററും ഒക്കെ ചേർന്നുള്ള അതിഥികളെ, സത്യത്തിൽ നമ്മളിത് ഒരു സിറിൽ സാർ, ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ഇവിടെ സൂചിപ്പിച്ചു, ചിത്രകലാ പരിഷത്തിൻ്റെ ഇതുവരെയുള്ള മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ ലളിതമായി പറഞ്ഞു. അതായത് ചിത്രകലാ പരിഷത്തിൻ്റെ ഓരോ മെമ്പർമാരും അവരുടെ ഹൃദയത്തിൻ്റെ സന്തോഷത്തിലാണ്, കാശും കാര്യങ്ങളൊന്നും നോക്കാതെ കലയോടുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളത്. ലളിതകലാ അക്കാദമിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു 5 പൈസ വാങ്ങിക്കാതെ, പൈസയുടെ ഒരു കാര്യം സംസാരിക്കാതെയാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടുള്ളത്. ഇത് കേരള ചിത്രകലാ പരിഷത്തിൻ്റെ ഒരു ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായിട്ട് എനിക്ക് തോന്നുകയാണ്. ചിത്രകലാ പരിഷത്ത് ഇത്രയും കാലം ഇങ്ങനെ പല ഭാഗങ്ങളിലായി ജില്ലകൾ തോറും നടത്തുന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രകാരന്മാർ പങ്കെടുക്കാനുള്ളൊരു സന്ദർഭം ഈ രാജീവ് കോട്ടക്കലിൻ്റെയും ഒന്നിച്ചുള്ള മലപ്പുറം ജില്ലാ നേതൃത്വവുമാണ്. വളരെ സന്തോഷം. ഇനി അധികം സംസാരിച്ചിട്ട് സമയം കളയുന്നതിലും നല്ലത് ഈ ദ്യുതി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വെളിച്ചം എപ്പോഴും ഉണ്ടാവട്ടെ, വരയിലും മനസ്സിലും വെളിച്ചമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മെമ്പർമാർക്ക് 1 രൂപ പോലും വാങ്ങാതെ ഭക്ഷണവും ക്യാൻവാസും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ക്യാമ്പ് നമ്മൾ നടത്തുമ്പോൾ 10 ലക്ഷം രൂപയുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് 46 ലക്ഷം രൂപ ചിലവാക്കുന്ന ചില തീവട്ടിക്കൊള്ളക്കാര് ലളിതകലാ അക്കാദമിയൊക്കെ പോലുള്ള അവരിലേക്കാണ് ഈ വെളിച്ചം വീശുന്നത്. കഴിഞ്ഞ വർഷത്തെ അവാർഡുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയുടെ അവാർഡുകളാണ് ഉണ്ടായിരുന്നത്. അതിന് ഫോട്ടോഗ്രാഫർക്ക് 3 ലക്ഷം രൂപ, പന്തലിട്ടവർക്ക് 5 ലക്ഷം രൂപ, മൈക്ക് സെറ്റിന് 6 ലക്ഷം രൂപ, അങ്ങനെ 46 ലക്ഷം രൂപ 10 ലക്ഷം രൂപ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കിയ ഒരു കേരളത്തിലെ കലാകാരന്മാരെ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം, അവരുടെയൊക്കെ മനസ്സിലേക്കാണ് ഇതുപോലുള്ള ക്യാമ്പിന്റെ ഈ വെളിച്ചം വീശേണ്ടത്. നമ്മള് ചെറിയ ചെറിയ ക്യാമ്പുകൾ നടത്തുന്നു,
നമ്മൾ കലാകാരന്മാരെ നമ്മൾ തരംതിരിക്കുന്നില്ല. എല്ലാ തരം ചിത്രകാരന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകമായിട്ടുള്ള യോഗ്യതയുള്ള കലാകാരന്മാര്, അതുപോലെ തന്നെ അങ്ങനെ തരംതിരിക്കപ്പെടാതെ നമ്മളിൽ ചിത്രം വരയ്ക്കാൻ കഴിയുന്നവരെ എല്ലാവരെയും ചിത്രകലാ പരിഷത്ത് എന്ന ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും 50-ലധികം വിവരാവകാശങ്ങളുടെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഈ കലാകാരന്മാരെ കൂടെ നിർത്തി കലാകാരന്മാരോടൊപ്പം പോകുന്ന ഒരു സംഘടനയ്ക്ക് ഇത് ഒന്നും ചെയ്യാതെ വരികയാണെങ്കിൽ പിന്നെ ഈ സംഘടനയ്ക്ക് എന്താ അർത്ഥം എന്നുള്ള ചില കാര്യങ്ങളുമുണ്ട്. വിജിലൻസിലേക്കാണെങ്കിൽ അങ്ങനെ ഏത് വഴിയിലേക്കാണെങ്കിലും ഇത് അവസാനിപ്പിക്കണം. കാരണം ലളിതകലാ അക്കാദമി എന്ന പ്രസ്ഥാനം നമ്മളുടെ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട്, പഴയകാല പ്രവർത്തകർക്കൊക്കെ അറിയാം, നമ്മളുടെ ഒരു സമ്മേളനത്തിന്റെ ഒരു പ്രമേയത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ സംവിധാനത്തിൽ കലാകാരനെ സഹായിക്കുന്ന ഒരു സംവിധാനം ഈ നാട്ടിൽ നിലവിലുണ്ടാവണം എന്നുള്ള അഭ്യർത്ഥന പ്രകാരമാണ് ലളിതകലാ അക്കാദമി ഉണ്ടാകുന്നത് തന്നെ. ആ ലളിതകലാ അക്കാദമിയിൽ അന്ന് ചിത്രകലാ പരിഷത്തിന്റെ 2-3 സ്ഥിരം മെമ്പർമാരുണ്ടായിരുന്നു. ഇപ്പൊ അതൊരു വിഭാഗം തിരിച്ചുകൊണ്ട് ഓരോ ജില്ലകളിലെയും ഓരോ ഗാലറികളിലും 3-4 ആളുകൾക്ക് മാത്രം തീരുമാനിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ നിന്ന് ഞാനൊരു വിവരാവകാശം വിട്ടു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വയനാട് ജില്ലയിൽ നിന്ന് ഈ അക്കാദമിയിൽ നിന്ന് സഹായം കിട്ടിയ ആളുകളുടെ ഒരു ലിസ്റ്റ് അയച്ചു തരുന്നു. ഉടനെ മറുപടി, ഞങ്ങളുടെ കയ്യിൽ പ്രാദേശികമായ കണക്കുകളില്ല. അടുത്ത എന്റെ വിവരാവകാശം, എങ്കിൽ നിങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ കലാകാരന്മാരതും തരൂ. അപ്പോൾ പറഞ്ഞു, തരാൻ കഴിയില്ല, നിങ്ങൾ ഇവിടെ വന്ന് പരിശോധിച്ചോളൂ. അപ്പോൾ ഇത് ആർക്കൊക്കെ കിട്ടി എന്നുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ 5-6 പേർക്കാണ് വയനാട് ജില്ലയിൽ ഇത് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഒരു പരിശോധനകൾ നടത്തി. കോഴിക്കോട് ചില ആളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, മലപ്പുറത്ത് ചില ആളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അങ്ങനെ എല്ലാ ജില്ലകളിലും 4-5 ആളുകളാണ് തിരിച്ചു മറിച്ചും ഇതെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഒരു ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 കലാകാരന്മാർക്ക് ഒരു 20,000 രൂപയുടെ ഒരു സഹായം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്തു? സിറിൽ സാർ നിർബന്ധമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ചിത്രകലാ പരിഷത്ത് 1000-കണക്കിന് മെമ്പർമാരുള്ള ചിത്രകലാ പരിഷത്തിന് ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ തരണമെന്ന്. 10-15 ആളുകളെ തന്നു. ഓരോ ജില്ലയിൽ വളരെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് നമ്മൾ അത് കൊടുത്തു. തിരിച്ച് വയനാട് ജില്ലയിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ വളരെ കഷ്ടപ്പെടുന്ന ഒരാൾക്കാണ് വയനാട് ജില്ലയിൽ അത്തരൊരു അവസരം കൊടുത്തത്. ഞാൻ ചെന്നപ്പോൾ 17ഓളം മറ്റാളുകൾ വന്നിരിക്കുന്നു. ചിത്രം വരെ അറിയാത്തവർ വന്നിരിക്കുന്നു, ചിത്രകാരന്മാരല്ലാത്തവർ വന്നിരിക്കുന്നു. അപ്പോൾ ഗാലറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോക്കസ് അത് വർക്ക് ചെയ്യാൻ നമുക്ക് അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. ശരി, ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. ഇന്ന് ഇങ്ങനെ ഒരു ക്യാമ്പാണ് നമുക്ക് നടക്കുന്നത്, ചിത്രങ്ങൾ വരയ്ക്കണം. ഈ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി വലിയ ഒരു ത്യാഗമാണ് ഇത്. 400ഓളം ചിത്രകാരന്മാരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ എത്തിക്കാൻ ഒരു വേദിയിൽ എത്തിച്ചിട്ട് അവർക്കെല്ലാം സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ അത് ചിത്രകലാ പരിഷത്തിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോ മലപ്പുറം ജില്ലയിലെ ഇതിന്റെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ട്രഷറർക്കും അതുപോലെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, 2 മാസം മുമ്പ് തന്നെ ശ്രീ രാജീവ് ഈ മെയ് 11 ഈ പ്രോഗ്രാം ഉണ്ട് എന്നും രാജാസ് പരിസരം അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. വളരെ സന്തോഷപൂർവ്വം രാജാസിൻ്റെ എന്ത് ഭൗതിക സാഹചര്യങ്ങൾ വേണോ അത് ഉപയോഗിക്കാനാണ് നമ്മൾ അനുമതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് മാറ്റിവെക്കപ്പെട്ട ഒരു PSC പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കോർണറിലേക്ക് ഒതുങ്ങിയത്. ആ ഭാഗത്തുകൂടി നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു. ഇന്ന് 1 മണി മുതൽ 3:30 വരെയുള്ള ഒരു ഭാഗത്ത് ഒരു 10-15 ക്ലാസ് മുറിയിൽ പരീക്ഷ നടക്കുന്നതിനാലാണ് ആ സൗകര്യം സദയം പൊറുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ രാജാസ് ശനി ഞായർ ദിവസങ്ങളിൽ പോലും ഉറങ്ങുന്നില്ല എന്നാണ്. കലാകാരന്മാരെ കൊണ്ടും സാംസ്കാരിക നായകരെ കൊണ്ടും സമ്പന്നമായ ഒരിടമാണിത്. കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 12.5 ഏക്കറിൽ വിസ്തൃതിയിലുള്ള ഈ രാജാസ് പരിസരം മുഴുവൻ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ചിത്രകല അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരെ, കേരളത്തിലെ അങ്ങോളമുള്ള എല്ലാ ജില്ലയിൽ നിന്നും വന്നിട്ടുള്ള കലാകാരന്മാരെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്.
താങ്ക് യു. ഡോക്ടർ MG സിജിൻ. തിരക്കേറിയ തൻ്റെ ജോലിക്കിടയിലും ചിത്രകലയോടുള്ള പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടർ സിജിൻ സർ ഉപഹാരം നൽകുന്നത് CT ജയദേവൻ. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മൾ ഏകദേശം ഒരു 2-3 മാസമായിട്ട് ഈ ഒരു പരിപാടിൻ്റെ പിന്നാലെ തന്നെയാണ്. വളരെ അധികം റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. അതിന് നല്ലൊരു ഫലം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ആളുകളെ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സുനിൽ P. ജേക്കബ് സാറിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി ആർട്ടിസ്റ്റ് മദനൻ സാറിന് നന്ദി പറയുന്നു. പിന്നെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി രാജീവ് കോട്ടക്കലിനും നന്ദി പറയുന്നു.